ഹലോ എവരിവൺ, നീലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ഫിനാൻഷ്യൽ ഡിസിപ്ലിനുമാണ്. സാമ്പത്തിക അച്ചടക്കവും സാമ്പത്തിക ആസൂത്രണവും. ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇന്നത്തെ കാലത്ത്. ഇത് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് പലപ്പോഴും ഒരു ഫാമിലിയിൽ 2 പേർക്ക് ഇൻകം ഉണ്ടെങ്കിൽ പോലും അവർ സാറ്റിസ്ഫൈഡ് അല്ല. കിട്ടുന്ന ഇൻകം ഒന്നിനും തികയുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ആണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമുക്കൊരു ജോലി കിട്ടി, ഒരു ഡീസൻറ്റ് സാലറി കിട്ടുമ്പോൾ തന്നെ നമ്മളുടെ ലൈഫിൽ ആവശ്യമുള്ള എല്ലാ സാമ്പത്തിക ലക്ഷ്യങ്ങളും ഒരുമിച്ച് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ്. നമ്മൾ ജോലി കിട്ടി ഒരു സാലറി എല്ലാം കിട്ടി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഉടനെ എന്താ ചെയ്യുക? നമ്മുടെ അടുത്ത 10 വർഷമോ 20 വർഷത്തേക്കുള്ള ഇൻകം പണയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നു. കാർ വാങ്ങുന്നു, വിലക്കൂടി മൊബൈൽ വാങ്ങുന്നു, വീടിന് വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും ഉടനെ അത് മോഡിഫൈ ചെയ്യുന്നു, ഒരു ലോൺ എടുത്തിട്ട് മോഡിഫൈ ചെയ്യുന്നു, 20-30 ലക്ഷം രൂപ കടക്കാരനാവുന്നു, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഉടനെ വാങ്ങുന്നു. എന്നിട്ട് നമ്മുടെ സാലറിയുടെ ഒരു 60 to 70% അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 50-60% EMI ആയിട്ട് പോകുന്നു. അപ്പൊ നമ്മൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലോ അല്ലെങ്കിൽ എല്ലാ സുഖ സൗകര്യമുള്ള വീട്ടിലാണെങ്കിൽ പോലും സത്യത്തിൽ സമാധാനം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, 31-ാം തീയതി ആകുമ്പോൾ EMI വരും. നമ്മുടെ ഇൻകം ക്രെഡിറ്റ് ചെയ്താലില്ലെങ്കിലും EMI വരും. നമ്മുടെ എക്സ്പെൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അറ്റ്ലീസ്റ്റ് 5-6% ഇൻഫ്ലേഷൻ ഉണ്ട് നമ്മുടെ രാജ്യത്ത്. പക്ഷെ നമ്മുടെ ഇൻകം അതനുസരിച്ചിട്ട് കൂടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇത് സംഭവിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടിട്ടാണ്. സത്യത്തിൽ നമ്മളുടെ എല്ലാ സാമ്പത്തിക ലക്ഷ്യങ്ങളും നമുക്ക് നേടാൻ സാധിക്കും, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ. പ്രത്യേകിച്ച് ചെറിയ ചെറിയ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ പോലും, ഒരു ഹൗസിംഗ് ലോണോ എടുക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്ഥലം വാങ്ങാനോ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാനോ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു എമൗണ്ടാണ്. അതിന് നമ്മളുടെ 5 വർഷത്തെയോ 10 വർഷത്തെയോ 15 വർഷത്തെയോ ശമ്പളത്തിന്റെ നല്ലൊരു ഭാഗം നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് വളരെയധികം ആലോചിച്ചിട്ട് വേണം അങ്ങനെയുള്ള വലിയൊരു ലോൺ എടുക്കാനായിട്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ, അത്ര വലിയൊരു ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് അതിന്റെ 50% നമ്മുടെ അടുത്ത് ഉണ്ടാവണം. നമ്മളൊരു 50 ലക്ഷം രൂപ ലോൺ എടുക്കുന്നെങ്കിൽ 20-25 ലക്ഷം രൂപ നമ്മൾ കൈ നേടുന്നതായിരിക്കും മെച്ചം. അതെങ്ങനെ കൈ നേടുക? നമ്മളുടെ കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു 10% 20% അതിനുവേണ്ടി മാറ്റി വെക്കുക. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ്സിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അത് സേവ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാലാണ് ആ ഫണ്ട് ഗ്രോ ചെയ്യുള്ളൂ. അങ്ങനെ നമ്മളൊരു സെക്കൻഡ് ഇൻകം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സെക്കൻഡ് ഇൻകത്തിൽ നിന്ന് നമുക്ക് മാസം തോറും ഒരു എമൗണ്ട്, ലെറ്റ്സ് സേ ഇപ്പോൾ 25 ലക്ഷം രൂപ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു 13,000 13,000 to 15,000 എല്ലാ മാസവും കിട്ടും. അപ്പൊ നമുക്കൊരു 30,000 രൂപ EMI ഉണ്ടെങ്കിൽ പോലും 15,000 രൂപ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് വരും. ബാക്കി 15,000 രൂപ നമ്മൾ കഴിഞ്ഞിട്ടാൽ മതി. അത് നമുക്ക് തരുന്ന കംഫർട്ട് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ഫിനാൻഷ്യൽ പ്ലാനിങ്ങും നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് എത്ര ഇൻകം ഉണ്ടെങ്കിലും നമുക്ക് അത് പോരാ എന്ന് തോന്നും. ഇനി അങ്ങനെ നമ്മൾ സേവ് ചെയ്യുന്ന ആ ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര നാൾ ഫണ്ട് കിട്ടും എന്നുള്ളത് ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പറയുന്നതാണ്. ടിൽ ദെൻ, ബൈ ബൈ.